അശ്വന്ത് കോക്കിന്റെ റിവ്യൂ കണ്ടല്ല മലയാളി സിനിമ കാണാൻ തുടങ്ങിയത്. അതെല്ലാവർക്കും അറിയാം, അതങ്ങനെയല്ലല്ലോ. ബറോസ് മികച്ച 3D അനുഭവമെന്ന് DYFI നേതാവെന്ന്, എന്നിട്ടൊരു നേതാവിൻ്റെ പാടവും. ആ നേതാവ് ആരാണോ എന്തുവാണോ പേരൊന്നും ഇല്ല. ഇയാൾ DYFI-കാരനാണെന്നുള്ളതിന് എന്താണ് എനിക്കറിയത്തില്ല. എനിക്ക് DYFI-കാരെ മൊത്തം അറിയത്തൊന്നുമില്ല. ഇത് DYFI-യുടെ അഭിപ്രായമാണോ അതോ DYFI നേതാവിൻ്റെ അഭിപ്രായമാണോ, ലോക്കൽ കമ്മിറ്റിയുടെ ആണോ, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ആണോ, സംസ്ഥാന കമ്മിറ്റിയുടെ ആണോ, അതോ ഇനി അതെ അതെ നല്ലൊരു സിനിമയാണ് DYFI. അതിന് DYFI നേതാവ് എന്ന് പറയണ്ടായിരുന്നു. ഇതിനെതിരെ DYFI എന്ത് ആക്ഷൻ എടുക്കുന്നതെന്ന് കാണണം. ഈ തൊലിഞ്ഞ വടമൊക്കെ കൊള്ളാന്ന് പറയുന്ന ഈ DYFI-കാരൻ DYFI-യുടെ ബാനറിൽ വന്നിട്ട് അതെനിക്കറിയാം. അപ്പൊ അവനെ പൈസ മേടിച്ച് കാണിക്കുമല്ലോ, ചില്ലറ ഇട്ടത് ആരുടെ ഇതൊക്കെ പറയുന്നത്. ഇവിടെ കൊച്ചു പിള്ളേർ പോലും ഓടിക്കുക കണ്ടം വഴി. ആള് തിയേറ്ററിലൊന്നും ആളൊന്നും ഇല്ല, അത്രയും ഹൗസ്ഫുൾ ആയിട്ട് ഓടുന്ന പടമല്ലേ എന്ന് വെച്ചാൽ. ബോറടിച്ചെന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞ പടത്തിനകത്ത് DYFI വന്നേക്കും. പോട്ടെ, ഈ വാർത്താ ചാനലുകാർ പറയുന്നുണ്ട്, കുറേ ഇരുന്ന് തള്ളിവിടുന്നുണ്ട്. ഓൺലൈൻ മീഡിയാസും അതുപോലെ തന്നെ കൂലി എഴുത്തുകാർ, കൂലി മേടിച്ചിട്ട് ചെയ്യുന്നവരല്ലാത്തവർ ആരും ഇതിനെപ്പറ്റി നല്ല പറയുന്നില്ല. അതിന് അശ്വന്ത് കോക്കിന്റെ പേരെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? ആറാട്ടൻ്റെ റിവ്യൂ കണ്ടിട്ടല്ല ആര് സിനിമ കാണുന്നതെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും ആരും പടമൊന്നും കാണുന്നില്ല. അശ്വന്ത് കോക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് സിനിമയുണ്ട്, അശ്വന്ത് കോക്ക് റിവ്യൂ പറയുന്നതിന് മുമ്പ് സിനിമകളുമുണ്ട്, അതിന് മുമ്പ് സിനിമ പൊട്ടുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. അത് കണ്ടിട്ടല്ല ആരും ഇവിടെ സിനിമ കാണുന്നത്, അതെല്ലാം അറിയാം. പക്ഷെ ഇതിനകത്ത് ഈ DYFI നേതാവിന്റെ റോൾ എന്താണെന്ന് മനസ്സിലാകാത്തത്. DYFI നേതാവിനല്ല ചില്ലറ വല്ലതും തന്നോ ആരെങ്കിലും പറയാൻ? അല്ല, അറിയാൻ വേണ്ടി ചോദിക്കുക അല്ലേ. ഇപ്പൊ പ്രത്യേകിച്ച് പെട്ടെന്നൊരു DYFI നേതാവ് ഇന്നലെ ഉണ്ടായിരുന്നു. DYFI നേതാവിന്റെ അഭിപ്രായം കേട്ടിട്ടും അല്ല ഇവിടെ സിനിമ കാണുന്നത്. ഈ DYFI നേതാവ് പറഞ്ഞ ഉടനെ പോയി ബറോസ് കാണുമെന്ന് വിചാരിച്ചാൽ അയ്യോ, DYFI നേതാവ് ഉണ്ടാകുന്നതിന് മുമ്പും സിനിമയുണ്ട്. അവിടെ ഇരുന്നങ്ങ് പറ, എന്നിട്ട് പറഞ്ഞു നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഇതല്ലേ പണി ഇപ്പൊ DYFI-കാരുടെ പണി. ഇതാണോ മോഹൻലാലിന്റെ പടം നല്ലതാന്ന്, 3D അനുഭവമാന്ന് DYFI-യുടെ ഒരു നേതാവ് പറഞ്ഞെന്ന് അടിച്ചു വിട്ടേക്ക. റിപ്പോർട്ടർ ചാനലാ വന്നേക്കുന്നത്. ഏടെ ഊളാ പിന്നെ എന്താ കുഴപ്പം? ഇവനേതാ ഈ ഊളാ? എനിക്കറിയാം, ഇത്രയും പൊട്ടപ്പടമൊക്കെ കൊള്ളാന്ന് പറയുന്ന DYFI മൊത്തം നാണം കിടത്തിയില്ലേ? DYFI എന്നൊക്കെ എഴുതി വെക്കാവോ? ഈ പൊട്ട സിനിമയൊക്കെ കണ്ടിട്ട് കൊള്ളാന്ന് പറയുന്നവർ എന്തൊരു പൊട്ടനായിരിക്കും എന്ന് ആലോചിക്കാനുള്ളൂ. DYFI എന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയാവുക. ശരിയാ, DYFI നേതാവ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന പോലെ ഒരു വാർത്ത വരും. ഇതിനകത്ത് DYFI തീരുമാനം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡർ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞു. ഇവനിപ്പോ എവിടത്തെ പാർട്ടിക്കാർ എന്ത് പഴയല്ലായിക്കോട്ടെ, അവന്റെ പേര് പറ. അവൻ DYFI ഉണ്ടാക്കണ്ട. DYFI ആണെന്നറിയുന്നത് എന്തിനാ? അത് പറയേണ്ട കാര്യമില്ല. അതെ, അതെന്തിനാ അങ്ങനെ പറയണത്? അങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നു. ഇതിനകത്ത് പ്രശ്നമുണ്ട്. ഇതെന്തോ ഊമ്പിയ പരിപാടിയാ. കണ്ട തീട്ട പടമൊക്കെ കണ്ടിട്ട് DYFI നേതാവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ DYFI-ക്കല്ലേ ഇങ്ങനെ ഒരു ആരോപണം. അതിപ്പോ CPM-ന് എന്താണ്ട് ഫണ്ട് കൊടുത്തിട്ട് പറയിപ്പിച്ചാന്ന് വേണമെങ്കിൽ പറയുക. DYFI-ക്ക് എന്തോ ഫണ്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ട് കാശ് കൊടുക്കുന്നുണ്ടല്ലോ. എല്ലാവരും ഈ പ്രൊമോഷൻകാർ മാത്രം എന്താ നല്ലതെന്ന് പറയുന്നത്? അങ്ങനെ പറയുന്നത് എന്തിനാ? കണ്ടവരെല്ലാം പറഞ്ഞു, സാധാരണക്കാരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി വലിയ മുതലാളിയൊന്നും മുതലാളിയും പോട്ടെ, വലിയ നേതാവൊന്നും വരണ്ട. ഇവിടെ ചാനലുകാരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. പുഷ്പ വൻ ഹിറ്റായിരുന്നു നോർത്ത് ഇന്ത്യയിലെന്ന്. ഇവിടെ ബറോസ് ഭയങ്കര സൂപ്പർ ഓടാ. കൊച്ചു പിള്ളേർക്ക് മാത്രം കണ്ടാൽ മതിയെന്ന്. കൊച്ചു പിള്ളേർ തന്നെ പോണം. ഇനി സ്കൂളിൽ നിന്നൊക്കെ അവർ വല്ല എടുത്തുകൊണ്ട് പോകേണ്ടി വരും. കൊച്ചുങ്ങൾ തന്നെ വണ്ടി പിടിച്ച് പോകേണ്ടി വരും. അല്ല, പേരൻസ് എങ്ങനെ കൊണ്ടുപോയി കാണുക, കൂടിയിരുന്ന് കാണുക എന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് വലിയ ടാസ്കാ. ഇവരാരും നല്ല സിനിമയൊന്നും കണ്ടിട്ടില്ലേ? നമ്മള് കാണുന്നില്ലെന്ന് തീരുമാനിച്ച പണ്ടേ. അതിന്റെ ആവശ്യമില്ല. മോഹൻലാല് പ്രശ്നം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DYFI നേതാവെന്ന് മെൻഷൻ ചെയ്തൊരു വാർത്ത പോലെ ഇങ്ങനെ ഒരു സാധനം വരുമ്പോഴേക്കും ആ സാധനത്തിനകത്തൊരു പ്രശ്നമുണ്ട്. അതിനകത്ത് ആളുകൾ കുറച്ച് സംശയത്തോടു കൂടി അത് നോക്കി കാണുന്നതിന് DYFI-കാര് പോയി കാണണം ഇനി പിള്ളേരെ കൊണ്ട്. അതാണോ DYFI നേതാവ് ഉദ്ദേശിച്ചത്? ബാലസംഘം ഉണ്ടല്ലോ, അതിനകത്ത് പിള്ളേരെ കൊണ്ട് കാണിക്കുമായിരിക്കും തിയേറ്ററിലെങ്ങാനും. അല്ലാതെ എന്താണ് ഇതുകൊണ്ടൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. RSS നേതാക്കളാരും കണ്ടില്ലേ? അല്ല, എന്നാലൊന്നും പറയാതെ നാളെ കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ്, യൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കളവന്മാരൊക്കെ വരും. അതാ രസം. എന്നിട്ട് കുറെ അമ്മാവന്മാര് യൂത്ത് അന്ന് പണ്ടങ്ങാണ്ട് യൂത്ത് കോൺഗ്രസ് കയറിയതാ, മുകളിലോട്ട് പോകാൻ പറ്റിയില്ല. ഇപ്പഴും യൂത്താ അത്. യൂത്ത് കോൺഗ്രസ്സുകാർ ഇനി അവന്മാര് വരുവോ? അങ്ങനെയാണല്ലോ ഇവിടെ കാര്യങ്ങൾ. അയ്യേ എന്തൊരു നാണക്കേടാ. ഇതൊക്കെ വിളിച്ചു പറയാവോ?
ഇനിയിപ്പൊ കണ്ടാ തന്നെ കണ്ടു, അത് അയാളുടെ അഭിപ്രായം. അതെ, അയാളുടെ അഭിപ്രായമായിട്ട് പറ. നീ നിന്റെ പേര് എന്നിട്ട് പറ എനിക്കിങ്ങനെ അഭിപ്രായം. നീ DYFI നേതാവെന്നൊക്കെ പറയുന്നേ, അത് എന്തോ ഏതാണ് ഇവനൊക്കെ? DYFI ഇവനെ ഏറ്റെടുത്തോ മൊത്തത്തിൽ? അറിയാൻ വേണ്ടി ചോദിക്കുക. അല്ല, കൊടുത്തോ? ഇവൻ എഴുതി കൊടുത്തോ DYFI എന്ന് പറയാനായിട്ട്? DYFI നേതാവ് പറഞ്ഞെന്ന് ബറോസ് 3D അനുഭവമായിരുന്നു. ഒരു പ്രത്യേക അനുഭവം. മീറ്റിംഗിനാണ് പറഞ്ഞത്, കമ്മിറ്റി മീറ്റിംഗ്. അതെ, പൊതുസമ്മേളനത്തിൽ പറഞ്ഞത്. ആര് കണ്ടിന് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയെന്ന്? പാർട്ടി പ്ലീനത്തിനൊക്കെ പറഞ്ഞോളൂ ഈ ടീമുകൾ. അങ്ങനത്തെ നല്ല ടീമാവട്ടെ. ഇവന്റെ പേരൊന്ന് പറയുക, എന്തോ അവന്റെ പ്രശ്നം എന്തെങ്കിലും അറിയാൻ. ഏത് നാട്ടുകാരനാണ്? പഴയ ലാലേട്ടന്മാരായിരിക്കുള്ളൂ. ലാലേട്ടൻ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇത് വിഷയം ലാലേട്ടൻ മോഹൻലാലൊന്നും അല്ല ഇതിനകത്ത്. വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമ ഇവിടെ മോശമാണെന്ന് ഭൂരിഭാഗം ആളുകൾ പറയാണ്. കണ്ടവര് കുട്ടികളടക്കം പറയാണ് ഭയങ്കര ബോറടി ആയിരുന്നു എന്ന് പറഞ്ഞൊരു സിനിമ കുറെ കാശ് മുടക്കി എടുത്തിട്ടുള്ള സിനിമയാണ്. ഇവിടെ ഒരു സൂപ്പർ സ്റ്റാർ ഇറക്കിയ സിനിമയാണ്, അയാൾ സംവിധാനം ചെയ്ത സിനിമ. അതുപോലൊരു സിനിമ കണ്ടിട്ട് ഇതൊരു ഭയങ്കരമായ അനുഭവമായിരുന്നു എന്നൊക്കെ വന്ന് പറയുമ്പോഴേക്കും എന്ത് തരം അനുഭവമാണെന്നും കൂടി പറയണം. മനസ്സിലാവട്ടോ? പലരും പല അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എടുക്കാൻ പറ്റാത്ത പോലത്തെ അനുഭവമായിരുന്നു എന്ന് ചിലര് പറഞ്ഞു. ചിലര് പറഞ്ഞു ബോറടിച്ചെന്ന് പറഞ്ഞു. പിള്ളേര് വരെ പറഞ്ഞു. ആരാണ്ടെന്ന് പറഞ്ഞാൽ മുട്ടത്തല ഇഷ്ടപ്പെട്ടെന്ന്, മോഹൻലാലിന്റെ മുട്ട ഇഷ്ടപ്പെട്ടെന്ന്. അങ്ങനെ മോഹൻലാലിന്റെ മുട്ടയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോ അത് ഇഷ്ടപ്പെടുമായിരിക്കും എന്നാണ് ആരാട്ടെണ്ണം പറഞ്ഞത്. മുട്ട നല്ല എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടാകുന്നത്. എന്നെ ഐറ്റോടെ എണ്ണ തേച്ച മുട്ട. പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലൊരു സാധനം പറയുമ്പോഴേക്കും DYFI പോലെ ഇവന് ചിലപ്പോ മോൺസ്റ്റർ ഒക്കെ ഇഷ്ടപ്പെട്ട് കാണാം, എന്നാലും വാർത്തയാക്കാനായിരിക്കും. മോൺസ്റ്റർ മലക്കോട്ടെ വാലിബൻ. ഇത് സംശയത്തോടു കൂടി കാണുന്നത് ഇത് പ്രൊമോഷന്റെ ഭാഗമാണെന്നുള്ള സംശയം. DYFIയുടെ പേര് ഉപയോഗിക്കുന്നതിനെ അംഗീകരിക്കാൻ പറ്റില്ല. മനസ്സിലാവട്ടോ? ഞാനൊരു DYFI കാരനായിട്ട് ഒന്നും പറയുന്നൊന്നും അല്ല. മനസ്സിലാവട്ടോ? ഞാൻ DYFI കാരനൊന്നും അല്ല. ഇടതാണ്. ഞാൻ അങ്ങനൊന്നും ഇല്ല. എനിക്കത് പറയാൻ എനിക്ക് ഇടത് അനുഭവമുണ്ട്. അപ്പൊ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. എനിക്ക് അങ്ങനെ ഒരു സാധനം കേൾക്കുമ്പോഴേക്കും കയ്യേല് ചുറ്റിക നക്ഷത്രമൊക്കെ ഉള്ള ആളെ കാണിക്കും. പണ്ടങ്ങാണ്ട് വച്ച കുത്തിയതാ, ഇപ്പൊ അത് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ട ഗതികേടി ഇരിക്കുക. അത് കഴിഞ്ഞ കഥ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് സംഭവിച്ചു പോയി. അന്ന് അത് അറിഞ്ഞൂടായിരുന്നു. അന്ന് ഞാൻ ഓർത്ത് കമ്മ്യൂണിസം ആണ് ലോകത്തില്, അതായത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഐഡിയോളജീനെ വിട്ടു. പക്ഷെ ഇടതാണ്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഐഡിയോളജി എടുക്കാൻ പറ്റില്ല. അത് ജനാധിപത്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് അത് മാറ്റിവെച്ചത്. അപ്പോ വിഷയം പക്ഷെ ഇടതാണ്. ഇടതെന്ന് പറഞ്ഞാൽ അപ്പൊ ഈ പറഞ്ഞ പോലെ DYFI പോലത്തെ ഇവിടുത്തെ ഒരു യുവജന പ്രസ്ഥാനം നാട്ടിലെ അത്യാവശ്യം ആക്റ്റീവായിട്ട് കാലങ്ങളോളം ഇടപെട്ടുകൊണ്ടിരുന്ന, നാട്ടിലെ പ്രാദേശിക വിഷയങ്ങളിലടക്കം എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ഒരു കല്യാണം ഉണ്ടെങ്കിൽ അവിടെ DYFI കാരുണ്ടാവും, ഒരു മരിപ്പുണ്ടെങ്കിൽ അവിടെ DYFI കാരുണ്ടാവും. DYFI കാരില്ലാത്ത പരിപാടി ഉണ്ടാവില്ലായിരുന്നു ഒരു കാര്യം. ഇന്നിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ സിനിമയൊക്കെ വരുമ്പോ അതിന്റെ പ്രൊമോഷൻ നടത്തുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സാധനം, ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിനകത്തുന്ന ഒരാള് DYFIയുടെ നേതാവാണെന്ന് വന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്യുമ്പോഴൊക്കെ അത് സംശയത്തോടു കൂടി നോക്കി കാണാൻ പറ്റുന്നുള്ളൂ. അതെന്താ അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ അയാൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഇയാൾ പാർട്ടി ഭാരവാഹി ആയിക്കോട്ടെ, അങ്ങനെ ആണെങ്കിൽ ഇയാളുടെ അഭിപ്രായം പറയുന്നതിന് തെറ്റൊന്നുമില്ല. DYFI നേതാവ് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഇതെന്തോ DYFIയുടെ അഭിപ്രായം പോലെ. അല്ലല്ല, അങ്ങനെ പറയണ്ട. റിപ്പോർട്ടർ ചാനലിലേക്ക് ഒരു DYFI നേതാവെന്ന് പറയുമ്പോഴും DYFI നേതാവ് എന്ന് പറഞ്ഞ് പറയുന്നോണ്ടാണല്ലോ അത് പ്രസക്തമാകുന്നത്. അതാ പറഞ്ഞത്. അല്ലാതെ അനൂപ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞ ആ പറച്ചിലൊരു പ്രശ്നമുണ്ടെന്ന്, പറയുന്നതിലൊരു പ്രശ്നമുണ്ട്. ഇതിനെ ഒന്ന് വൈറലാക്കണമായിരിക്കും അല്ലേ? അതാണോ? അല്ലല്ല, വൈറലാക്കിയിട്ടൊന്ന് നേതാവാക്കണം. ചിലപ്പോ DYFI കാരൻ കുറച്ച് കഴിയുമ്പോഴേക്കും BJPയിലേക്ക് പോകാനുള്ള ആളായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ മോഹൻലാലിന്റെ സിനിമയൊക്കെ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞ് ഇതുപോലത്തെ ചള്ളു സിനിമ, വൃത്തികെട്ട സിനിമയൊക്കെ കാണാൻ പോലും പറ്റാത്ത പിള്ളേര് ഊക്കി വിടുന്ന സിനിമയൊക്കെ നല്ല സിനിമ. ഇതൊക്കെ കേട്ടിട്ട് നമ്മള് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കാണാതെ തന്നെ എല്ലാവർക്കും പിടികിട്ടി. ആൾക്കാർ തിയേറ്ററിലോട്ട് പോകത്തില്ല. സാധനം ബാലപീഡനമായിരുന്നു എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. കുട്ടികളെ പീഡിപ്പിച്ചു. എത്ര 2.5 മണിക്കൂർ അല്ല, 250 രൂപ പിഴയും 3.5 മണിക്കൂർ തടവും എന്നാണ് കമന്റ്. പിന്നെ ഇവിടെ കിടന്നുകൊണ്ട് മീഡിയക്കാർ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. യാതൊരു ആവശ്യമില്ല. പിന്നില്ല, അതും തീട്ട കേസ്. കൊള്ളാവുന്ന കാര്യങ്ങൾ എന്തെല്ലാം പടങ്ങൾ. ആ റൈഫിൾ ക്ലബ്ബ് നല്ല സിനിമയാ, പോയി കാണടേ. ആ സിനിമ കണ്ടാ മനസ്സിലാകാത്തോണ്ടാണല്ലോ 3D പോയി 3D എന്ന് പറഞ്ഞ് പൊട്ടൻ പറഞ്ഞത്. ഇങ്ങനത്തെ മണ്ടന്മാരൊക്കെ DYFI ആണെന്നെങ്കിലും പറയാതിരിക്കും. പൊട്ടന്മാര്. ആഷിക് നീരത് നല്ല സിനിമയാന്ന് പറഞ്ഞു, നല്ല കാസ്റ്റിംഗ്, ഒരുപാട് പുതിയ ആളുകള്, വളരെ വ്യത്യസ്തമായ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടെന്നാണ്
അറിയാൻ സാധിക്കും. കാണുന്നില്ല, കണ്ടിട്ടില്ല, കാണണമെന്നുണ്ട്, സമയം കിട്ടുന്നില്ല. എപ്പോഴെങ്കിലും കാണും. നമ്മള് DYFI നേതാവൊന്നും അല്ലാത്തതുകൊണ്ട് സമയം കിട്ടിയില്ല. സിനിമ പുള്ളിക്കാർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് കാണുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് സമയമില്ല, അതുകൊണ്ടാട്ടോ തൽക്കാലം സമയമില്ല. പുള്ളി ഇതൊക്കെ കണ്ട് പുള്ളി റിവ്യൂ ഒക്കെ ചെയ്യാം, DYFI റിവ്യൂ. കോക്കാവാനായിരിക്കും. അതെ അതെ, കോക്കിന്റെ സിനിമ അതെന്തൊരു വർത്താനം. എനിക്ക് തോന്നുന്നു പുള്ളി കോക്കിനോട് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോ ഞാൻ കോക്കിന് ഇഷ്ടമല്ലായിരിക്കും. കോക്കിനോട് എന്താ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഒരു റിവ്യൂവർ ആവാനുള്ള താല്പര്യമായിരിക്കും. ഇനി അടുത്ത ആഴ്ച വരുമായിരിക്കും തിയേറ്ററിൽ. റിവ്യൂ തുടങ്ങി. മറ്റേ വനിത വന്ന് നിൽക്കായിരുന്നാ മതി. അരിവാൾ ചുറ്റിക്കായിട്ട് അതൊക്കെയല്ലേ കൊടിയൊക്കെ ആയിട്ട് ഇവരെയൊക്കെ നേതാവെന്നാണോ നിങ്ങൾ വിളിക്കുന്നത് ഇപ്പോ? ആറാട്ടുണ്ട് നാളെ DYFI നേതാവ്. നേതാവിന്റെ ഒരു നിലവാരം ഇതാണ്. ഗതികേട് കേട്ടോ. അയ്യേ ഇതാണോ നേതാവ്? ഇവനെയൊക്കെ എന്താ ചെയ്യണ്ടേ? നേതാവ് പറഞ്ഞ അഭിപ്രായം കൊള്ളായാലും നേതാവിന് ഈ അഭിപ്രായം ഉണ്ടല്ലോ, അണികളുടെ കാര്യം പറയാതിരിക്കുന്ന നല്ലത്. ഇതേതായാലും മറ്റേ സംഖ്യയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ലെന്നല്ലേ? സംഖ്യകള് കുഴപ്പമില്ല. വേറെ കാര്യം സംഖ്യ ഇത് പറയുകയാണെങ്കിൽ നമ്മളിത് മുഖവിലക്ക് എടുക്കത്തില്ല. സംസാരിക്കാൻ കുഴപ്പമില്ല, പറഞ്ഞോട്ടെ. സംഖ്യക്ക് അത് പറയാം. സംഖ്യക്ക് അതിനുള്ള അധികാരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ അറിയാതെ പറയാം. ഇത് അവര് പോലും പറഞ്ഞില്ലെന്ന്. അവര് പോലും വിട്ടിട്ടില്ല. അവർക്കൊരു അറിയാം ലോകതോൽവി. അതെ അതെ, ഒരു BJP നേതാവ് എന്ന് പറഞ്ഞില്ല, ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞില്ല, DYFI നേതാവ് വന്നേക്കുക. എനിക്കൊന്ന് ഇയാൾക്ക് വൈറലാകാനുള്ള ഒരു പരിപാടിയാ. ഫോട്ടോ കൊട്ടിച്ചല്ലോ ഇപ്പൊ വാർത്തക്കകത്ത്. അവിടെ എനിക്ക് തോന്നുന്നു ഇവന്മാര് കാശ് കൊടുത്തു. ഇല്ല, ഇതിനകത്ത് കയറി വേറെ എന്തെല്ലാം കാര്യം ചെയ്യാവോ? എനിക്ക് തോന്നുന്നു PR ടീമിന്റെ പരിപാടി ആയിരിക്കും ചിലപ്പോ. ആർക്കറിയാം. ചിലപ്പോ ഒരു 5,000 രൂപ വെച്ച് കൊടുത്തിട്ട്. എന്നാലും അങ്ങനെയല്ലോ, PR ടീമിന്റെ ഉള്ള ആരെങ്കിലും ഫ്രണ്ട് ആയിരിക്കും ഇവൻ. മറ്റേ ഉണ്ണികൃഷ്ണന്റെ വല്ല ഫ്രണ്ടാണോ? ഉണ്ണികൃഷ്ണൻ ഇടതുപക്ഷക്കാരനാണ്. ഒപ്പം വേറൊരു കാര്യം കൂടി, മോഹൻലാലിന്റെ ഏതോ ബന്ധുവാണ്, മോഹൻലാലിന്റെ കസിനുമാണ്. അങ്ങനെയാണ് ഈ BJP കാരനായിട്ടുള്ള മോഹൻലാൽ നല്ല ഊളയായിട്ടുണ്ട്. അല്ല, BJP കാരനായിട്ടുള്ള മോഹൻലാലിന് എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധം വരുന്നതെന്നുള്ളതിന്റെ ചോദ്യം അവിടെ, ആ ലിങ്ക് അവിടെ കിടക്കുന്നത്. ബി ഉണ്ണികൃഷ്ണനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഈ പറയുന്ന സംഘപരിവാറുകാരനായിട്ടുള്ള മോഹൻലാലിനെ ബന്ധിപ്പിക്കുന്നത്. ആ ബന്ധത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു ബന്ധമാണോ ഇത് എന്നുള്ളതാണ് എന്റെ സംശയം. മോഹൻലാൽ സംഘപരിവാറൊന്നും അല്ലടോ. അല്ലേ? അല്ല, പഴയ ABP കാരനാന്നേ ഉള്ളൂ. പഴയ സംഘപരിവാറുകാരൻ തന്നെയാണ്. നായരടോ, അയാൾ ഭയങ്കര നായരാന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവൻ തന്നെ മറ്റേ സാധനമാണ്. മനസ്സിലാവട്ടെ, ഞാൻ നായര അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. ഒത്തിരി പേരുള്ള നായരൊക്കെ കണ്ടല്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ ഇത് അയാൾക്കിപ്പോ അങ്ങനത്തെ പൊളിറ്റിക്കൽ സാധനമൊന്നും ഇല്ല. മറ്റേ മോഡി കയറിയപ്പോ ചുമ്മാ സപ്പോർട്ട് ചെയ്ത് മോഡിയെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് കരുതി പേടിച്ചിട്ട് പറഞ്ഞു നൈസായിട്ട് പോവാന്നുള്ളതാണ് പുള്ളിയുടെ സ്ട്രാറ്റജി. അപ്പൊ അതൊക്കെയാ പുള്ളിയുടെ പരിപാടി. എല്ലായിടത്തും പോയി കൃഷി അത് ഓടുകയുമില്ല. അയ്യോ, അഭിനയിച്ചാൽ അതൊരു വഴിക്ക്. നല്ലൊരു ഐഡിയ പറയാം. ഇയാളുടെ പ്രായത്തിനൊത്ത പടങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് നൈസായിട്ട് പോകും. ഒരു പ്രൊഡക്ഷൻ ഹൗസ് അതൊന്നല്ലോ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് വേണം. ഇയാള് പ്രൊഡ്യൂസർ ആവണം. എന്നിട്ട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്ത് നല്ല സ്ക്രിപ്റ്റ് എടുക്കണം. അപ്പൊ നല്ല സ്ക്രിപ്റ്റ് എടുക്കാൻ നേരത്ത് മോഹൻലാലും ആന്റണി പെരുമ ഇപ്പോൾ ഉള്ളൊരു കോക്കസ് ഉണ്ടല്ലോ, അവരല്ലാതെ പുതിയൊരു ടീമിനെ എടുക്കണം, ഹയർ ചെയ്യണം, കാശ് കൊടുത്ത് കൊണ്ടുവന്ന് ഇരുത്തണം, എന്നിട്ട് അവരെ കൊണ്ട് സ്ക്രിപ്റ്റ് വായിപ്പിക്കണം. അത് സെലക്ട് ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് അത് കേട്ടാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏർപ്പാടാക്കുക. അല്ലെ ഒന്നും അറിയണ്ട, മിണ്ടായിരിക്കുക. പിള്ളേർ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. അതിനകത്ത് കയറി പ്രായത്തിനൊത്ത വേഷം ചെയ്യുക. ആ പ്രശ്നം തീർന്നു. ഇനിയും നാണക്കേട് ഒഴിവാകും. സോൾവ് ആയി. അതുമല്ല, ഒത്തിരി പുതിയ കലാകാരന്മാരെ കൊണ്ടുവന്നതിന്റെ ഒരു ക്രെഡിറ്റ് ഉണ്ടാവും. അത് എപ്പോഴും എനിക്ക് തന്നെ തിന്നണം, ഞാൻ തന്നെ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ ഒരു കാര്യവുമില്ല. ഓരോ പരിപാടിയിലും നാറുക. ആദ്യമായിട്ടാണ് ഒരു സിനിമാടൻ 3D പടം എടുത്തുന്നത്. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്നാ പിന്നെ ഈ മോഹൻലാൽ ഇറങ്ങി വല്ല ട്രാഫിക് ഐലൻഡ് ഇരുന്ന് തൂറിയ ഇതിലും കൂടുതൽ റീച്ച് ആവും. അല്ലെ ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ ഒരു സൂപ്പർ സ്റ്റാർ ഇരുന്ന് ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ഇരുന്ന് തൂറിയെന്ന് പറയുന്നതിനകത്ത് ഇതിൽ കൂടുതൽ അത് ഭയങ്കരമായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമൊന്നും പിന്നില്ല. എന്റെ മൊത്തം അറിയും. ബറോസ് അറിയും, ഞാൻ കൂടുതൽ അറിയും. ഇന്റർനാഷണൽ ലെവലിൽ വരെ അറിയും ചിലപ്പോ. അല്ലേ, ഒരു സൂപ്പർ സ്റ്റാർ ഒരു ട്രാഫിക് ഐലൻഡിന്റെ മണ്ടയ്ക്ക് അവിടെ കണ്ടിരുന്ന് തൂറി, അല്ലെ വല്ല മെട്രോയിൽ ഇരുന്ന് അങ്ങ് തൂറ്. പ്രതിഷേധിക്കൊന്നും വേണ്ട, ചുമ്മാ തൂറി.
വെറുതെ അങ്ങ് തൂറി പ്രതിഷേധിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് വേറെ ലെവലിൽ പ്രതിഷേധം എന്ന് പറഞ്ഞാല് ഈ ഡൽഹിയിലുള്ള കുറെ ബുദ്ധിജീവികൾ അവര് സപ്പോർട്ട് കിട്ടും. അത് കിട്ടും. അല്ല അതൊന്നും വേണ്ട. ഈ ബറോസിന് തുല്യമായ ഒരു പ്രവൃത്തി ഞാൻ പറഞ്ഞു. ചുമന്ന കളറിലാണ് ലാലേട്ടൻ തൂറിയത്. അങ്ങനെയല്ല, ലാലേട്ടൻ അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ബറോസ് പോലത്തെ പരിപാടി ചെയ്യുന്നില്ലേ, അതൊന്നും ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നില്ലേ. ഇപ്പൊ ബറോസിനെ പറ്റി പുള്ളി പറഞ്ഞത് അങ്ങനെ ഒരാൾക്ക് മാത്രം, ഒരു നടന് മാത്രമേ ഇന്ത്യയിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിന് ആ ഒരു രീതിക്ക് വെച്ച് നോക്കിയാല് ഇത് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഇന്റർനാഷണൽ അറ്റൻഷൻ കിട്ടാൻ സാധ്യതയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഏതൊരു മെട്രോയിൽ കയറിയിരുന്ന് തൂറുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടോ ഉറപ്പായിട്ടും കിട്ടും. രണ്ട് സെയിം പരിപാടിയാ, പക്ഷെ കൂടുതൽ ആളുകൾ അറിയാൻ പോകുന്നത് അങ്ങനെയായിരിക്കും. ഇത് ചുമ്മാ വെറുതെ കാര്യമൊന്നുമില്ല, കാശ് മുടക്കിയാണ്ട് ചെയ്യുന്ന. എനിക്ക് ഫസ്റ്റ് അടിക്കണമെന്ന് എന്റെ കുറച്ച് പൈസയുണ്ട്, ഞാൻ അതുകൊണ്ട് 3D എടുത്തിട്ട് ഞാനാണ് ആദ്യത്തെ സിനിമാടൻ 3D എടുത്തത്. പുള്ളി ആദ്യത്തെ പാട്ടുകാരൻ എന്ന് പറഞ്ഞ പോലെ ക്രിക്കറ്റ് കളിക്കാൻ പോയവരുണ്ട്, വൈഡറിഞ്ഞൊന്നും നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ. ഇത് പൃഥ്വിരാജ് സിനിമ ചെയ്തപ്പോ ഏതോ ഒരു പയ്യൻ സുകുമാരൻ ചേട്ടന്റെ മോൻ വന്നിട്ട് സിനിമ ചെയ്ത് അവനിവിടെ സൂപ്പർ ഹിറ്റ് അടിച്ചു, മനസ്സിലായി. അപ്പൊ ഈ 10-40 വർഷമായിട്ട് ഇവിടെ സിനിമ കിടക്കുന്ന എനിക്ക് ഇത് പറ്റാത്ത പരിപാടിയാണ്. അതുമല്ല, പൃഥ്വിരാജിന്റെ കൂടെ ഇരുന്നപ്പോഴേ പൃഥ്വിരാജ് ഓരോന്ന് പറഞ്ഞു കാണും, എനിക്കും പറ്റും അല്ലേ, അവൻ പൊക്കി അടിച്ച് കാണും. ലാലേട്ടനോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞോ, എന്നിട്ട് പോട്ടെ. എന്നിട്ട് ഇപ്പൊ പറയാ ലാലേട്ടനെ കൊണ്ട് അങ്ങനെ എനിക്ക് എന്നെ ചിന്തിക്കാൻ പറ്റിയിരുന്നു കുട്ടിയുടെ മനസ്സാന്നൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള പ്രൊമോഷൻ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല പരിപാടി, ഇയാളെ പറ്റിച്ച് എല്ലാവരുടെ പൊട്ടം കളിപ്പിച്ച്. ഇതിലും ഭേദം ആറാട്ടെണ്ണം തന്നെ. ആറാട്ടെണ്ണം ഇത്രയും പൊട്ട് കളിപ്പിക്കാൻ പറ്റത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ. എല്ലാരും അങ്ങ് പറ്റിക്കുവോ ഒരു പാവ മനുഷ്യൻ. എനിക്ക് ചില സമയത്തൊക്കെ സങ്കടം തോന്നുന്നു, ഇയാളെന്ത് ഇങ്ങനെ നാണം കിടാൻ എന്ത് തെറ്റാണ് ചെയ്യുന്നേ. അങ്ങനെ ഒരു അത്ര മോശമൊന്നും അല്ലടോ ഇയാള്. ആർക്കറിയാം, എനിക്ക് സംശയമുണ്ട്. എവിടെയും ജീവിക്കട്ടത്, പക്ഷെ ഇയാള് മണ്ടത്തരം കാണിച്ച് വീണ്ടും ഇയാള് ടോപ്പ്. ഞാൻ പറഞ്ഞില്ല, ഇയാള് അന്നത്തെ ആ പ്രശ്നം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഇയാള് നിർത്തത്തൊന്നുമില്ല. ഇയാൾ ഇനി വരാൻ പോകുന്നുണ്ടല്ലോ, അതായത് ഇപ്പൊ 3Dയിൽ നാണം കെട്ടില്ലേ, നേരത്തെ പട്ടാള വേഷം കെട്ടി നാണം കെട്ടു, വിവരക്കേട് കാണിച്ചു, കൊറോണയ്ക്ക് നാണം കെട്ടു, ഇലക്ഷന് ലൈൻ തെറ്റിച്ച് ക്യൂ തെറ്റിച്ച് നാണം കെട്ടു, പാട്ട് പാടിച്ചെന്ന് നാണം കെട്ടു, പിന്നെന്താ ബ്ലോഗ് എഴുതി നാണം കെട്ടു, ബോട്ടോക്സ് ചെയ്ത് നാണം കെട്ടു, എല്ലാ രീതിയിലും നാണം കെട്ടും. ക്രിക്കറ്റ് കളിക്കാൻ ചെന്ന് നാണം കെട്ടു. വേറെ എവിടെ പ്രത്യക്ഷപ്പെട്ടു? അങ്ങനെ ഒരുപാട് എല്ലായിടത്തും ചെന്ന് ഇങ്ങനെ നാണം കെട്ടേക്കുന്ന ഒരാള് നമ്മൾ ഓർക്കും ബറോസ് കൊണ്ട് നിർത്തുമെന്ന്. ഇല്ല, അടുത്തത് വെറൈറ്റി വരും, എങ്ങും തൊടാത്തൊരു സാധനം. നമ്മൾ വിചാരിക്കാത്ത ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ നാണം കിടും. പറ്റത്തില്ല. ഇത് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഇത്രയും വരെയൊക്കെ നിർത്തി എന്തായിരിക്കും അടുത്ത് നോക്കിയപ്പോ 3Dയിൽ ഒരു നാണം കെടൽ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു നടൻ 3D സിനിമ എടുത്തിട്ട് ഇത്രയും നാണം കിടുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. അല്ലാതെ 3D സിനിമ എടുത്തോ വലിയ സംഭവം ഒന്നും ആക്കണ്ട. 3D സിനിമ എടുത്തിട്ട് ഇങ്ങനെ കൊച്ചു പിള്ളേർ ട്രോളോ ഞാൻ അന്നേ പറഞ്ഞതാ. ഈ സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഇപ്പോൾ സ്കൂളിലൊക്കെ ഇട്ട് കളിയാക്കി കൊല്ലും. ഇമാരുടെ എല്ലാം മൊബൈലും ഉണ്ട്. ഇതൊന്നും അറിയാതാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അവന്മാർ ശരിക്കും കൊടുത്തില്ലേ, കണ്ടില്ലേ തിയേറ്ററിൽ നിന്ന് എഴുതി വന്നിട്ട് പിള്ളേർ പറയാ ബോറാന്ന്. ഒരുത്തൻ പറയാ ഫസ്റ്റ് ഹാഫ് ഭയങ്കര പോരാന്നു, സെക്കൻഡ് ഹാഫ് ഉറങ്ങിപ്പോയെന്ന്. എന്നിട്ട് എന്താണ്ടൊക്കെ വന്ന് പറയുമെന്നൊക്കെ, ഇസബെല്ലാന്നും പറഞ്ഞ് പാടി നടപ്പുണ്ടെന്നും ലാലേട്ടൻ കിടന്ന് അലറുവെന്നോ ഏതാണ്ടൊക്കെ കാണിക്കുന്നെന്നാ അവര് പറയുന്നത്. പിള്ളേരായിട്ടൊന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇയാൾക്ക്. അയാൾക്ക് അറിയത്തില്ല എന്താന്ന് പോലും. കുട്ടിയെ പോലെ കളിച്ചു നടന്നു. ഉള്ളി കുട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ എന്തോ ഇതാണ് കുട്ടിത്തം. പൊട്ടത്തം എന്ന് പറഞ്ഞാൽ ഓക്കെ, കുട്ടിത്തം അല്ല പൊട്ടത്തം. പൊട്ടത്തരം കാണിക്കുന്നത് കുട്ടികൾ പൊട്ടന്മാരൊന്നും അല്ല. പിന്നെ കുട്ടികളെല്ലാം പൊട്ടന്മാരാന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പിള്ളേരെ എടുത്തിട്ട് ചെല്ലുന്നവന്മാരാ പൊട്ടന്മാര്. പിള്ളേരെ കാണുമ്പോൾ ഒരു കുഞ്ഞിഞ്ഞ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഡിവൈഎഫ്ഐ നേതാവേ ഇങ്ങനത്തെ ഓളത്തരം കാണിച്ച് ആൾക്കാരെ ഒന്നും കയറി പൊക്കി പറഞ്ഞതൊന്നും എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് ഡിവൈഎഫ്ഐയോടാണ്. ഡിവൈഎഫ്ഐ എന്താ പറയുന്നതെന്ന് അറിയണം. ഡിവൈഎഫ്ഐയുടെ ഒഫീഷ്യൽ ഒരു എന്താ പറയുക പ്രഖ്യാപനമാണോ ബറോസ് എന്ന ഔദ്യോഗികമായ ഡിവൈഎഫ്ഐ ഇതാണോ? ഡിവൈഎഫ്ഐ നേതാവ് ഇങ്ങനെ പറഞ്ഞതിന് മനസ്സിലാക്കേണ്ടത് ഡിവൈഎഫ്ഐയുടെ അണികളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇതുവരെ ഡിവൈഎഫ്ഐയിൽ നിന്നും BJP പോയവരോ കോൺഗ്രസിലോട്ട് ചാടിയവരോ എല്ലാം ഇനി നാളെ ഡിവൈഎഫ്ഐ ആകാൻ പോകുന്നവൻ വരെ ബറോസ് അല്ല എന്നാണോ പറയുന്നത്?
അങ്ങനെയാണെങ്കിൽ അതൊന്ന് രേഖപ്പെടുത്തിയാൽ മറ്റേ ഡിവൈഎഫ്ഐക്കാരൊന്നും അങ്ങനെയാണെങ്കിൽ ഡിവൈഎഫ്ഐ ഒരു കമന്റ് ഇടുക. അതെ, ഡിവൈഎഫ്ഐ ഒരു കമന്റ് ആണ്. ഡിവൈഎഫ്ഐയുടെ തീരുമാനമാണ്. ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റോ സെക്രട്ടറി ഇവൻ എന്ത് നേതാവാണ്? പ്രസിഡന്റോ? അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഓക്കെ, സമ്മതിച്ചു, ആയിക്കോട്ടെ. അതിന് നമുക്കെതിരെ നമുക്ക് അഭിപ്രായമില്ല കേട്ടോ, അത് വേറെ വിഷയം. അഭിപ്രായമാണോ ഇതൊന്നും അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. പിന്നെ ഡിവൈഎഫ്ഐയുടെ നേതാവെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇവൻ ഏതാവനാണോ അവന്റെ പേര് പറയാം. കോക്കെന്ന് പറഞ്ഞ ആളെ ഏത് പാർട്ടിയിലാണെന്ന് നമുക്കറിയത്തില്ല. കോക്ക് ഇടതുപക്ഷക്കാരനാ? അതെ, എനിക്കറിയത്തില്ല. ആയിക്കോട്ടെ, എന്തുവാണേലും കോക്കെന്ന് പറഞ്ഞാൽ അശ്വന്ത് കോക്ക് സിനിമ റിവ്യൂ ചെയ്യുന്നു. അത് അശ്വന്ത് കോക്ക്. അവൻ പാർട്ടിയോ അവന്റെ ജാതിയോ മതമോ ഒന്നും നമുക്കറിയത്തില്ല. കക്ഷി രാഷ്ട്രീയത്തിനകത്ത് ഈ കോക്കിന്റെ ഈ കോഴി ഇത് ചിലപ്പോഴേ ആലപ്പുഴക്കാരും കണ്ണൂർ ലോബിയും ആലപ്പുഴ ലോബിയും തമ്മിലുള്ള ഒരു യുദ്ധമാണോ സംശയമുണ്ട്. ഇയാൾ ആലപ്പുഴക്കാരനാണോ? ആണോ? ആയിരിക്കത്തില്ല. കോക്ക് കണ്ണൂര്, കോക്ക് കോഴിക്കോട്. അപ്പൊ കണ്ണൂര് അപ്പൊ അങ്ങനെ ആ ലോബി പെടും. അപ്പൊ അങ്ങനെ എന്തോ സംഭവിച്ചോന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല. ഇത് അത്തരത്തിൽ എന്തോ ആണെന്ന് കരുതുന്നു. ഇത് പാർട്ടിക്കകത്തുള്ള എന്തോ പ്രശ്നമാണ്. അത് ഈ തീട്ട പരിപാടിക്ക് വന്നിട്ട് ഇത് ഞാൻ പറഞ്ഞില്ല. ഇതിലും ഭേദം നേതാവ് പോയെന്ന് വല്ല ടൗണിൽ ഇരുന്ന് തൂറിയാ മതി. ബെറ്റർ ഐഡിയ അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഇത് മഹാ അലമ്പായി പോയി. സിനിമ ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ല എന്നോ? വേറെ പടമൊന്നും കണ്ടിട്ടില്ലേ? ആദ്യമായിട്ട് കാണുവാണോ? 3D കണ്ടെങ്കിൽ ഞെട്ടിയോ? ഇനി ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, മലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഒരു കുഴപ്പമില്ല. അത് ഈ ഊമ്പിയ സ്ഥലത്ത് നിന്ന് കാണുന്നതിന്റെ കുഴപ്പമാണ്. പ്രകൃതിയൊക്കെ ജപ്പാനിലൊക്കെ പോയി ഇങ്ങനത്തെ പാട്ടൊന്നും പാടത്തില്ല. കുറെ ഊടകൾ ഇറക്കി വെക്കും. ഇവിടെ ഈ കേരളത്തിൽ നിന്നുണ്ട് ഇവിടെ ഭൂമിയെ പറ്റിയൊക്കെ പറയുന്നത്. എന്തെന്ന് ഭൂമിയെ സംരക്ഷിക്കാൻ ഇവിടെ. എന്നിട്ട് പിണറായി വിജയന്റെ പോസ്റ്റർ ഒട്ടിച്ചേക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ മാലിന്യം നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന്. അവിടെ ഇരുന്ന് പാടാൻ കൊള്ളാം ഈ പാട്ട്. ശരിയാ, അവര് തെറ്റില്ല. പറഞ്ഞതിനകത്ത് ഒരു ശരിയുണ്ട്. എന്താ? കാരണം വോട്ട് ചെയ്ത് മുഴുവൻ ഇവരാണല്ലോ. അപ്പൊ അവരുടെ ലോകത്തെടുത്ത് അങ്ങനെ വേസ്റ്റ് മാനേജ് ചെയ്യത്തില്ല. കൊള്ളാവുന്ന രാജ്യങ്ങളിൽ വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട്, മനസ്സിലായോ? അതിന് ഇങ്ങനത്തെ നമ്പർ ഇറക്കിയാൽ അത് ശരിയായിട്ടില്ല. ഏറ്റവും വൃത്തിയായിട്ട പരിപാടി എന്ന് പറഞ്ഞത് ഈ ഗവൺമെന്റിന്റെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതാണ്. അല്ല ഒന്നുമല്ല, അത് ശരിയായിട്ടില്ല. വേസ്റ്റ് മാനേജ്മെന്റ് പോകണം. ഒരു ധാരണ ഐഡിയ ഇല്ല. എത്രയും മലിനമാക്കി വെച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ആരെങ്കിലും പാടുന്നത് തെറ്റില്ല. ശരിയാകട്ടെ. ഇവിടെ വാസം സാധ്യമല്ല. കേരളത്തെ സംബന്ധിച്ച് മാത്രമാണോ പാട്ട്? ഭൂമി എന്ന് പറയരുത്, കേരളത്തിൽ വാസം സാധ്യമോ? പണ്ട് നമ്മുടെ കളമശ്ശേരിയില് വേസ്റ്റ് ഡംപ് ചെയ്യുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടോ? പണ്ട് അവിടെ NAD ഭാഗത്താണോ? അല്ല, നമ്മുടെ ഈ കളമശ്ശേരി എനിക്കറിയത്തില്ല. അപ്പോളോ ടയർസിന്റെ അപ്പുറത്ത് ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആ സ്ഥലത്താണ് മറ്റേ സാധന ഷൂ മറ്റേ നമ്മുടെ പുലിവാൽ കല്യാണത്തിനാന്ന് തോന്നുന്നു ഇയാളിങ്ങനെ കൊച്ചി എത്തി എന്ന് പറയുന്നത്. അവിടെ ഭയങ്കര ചീത്ത മണമായിരുന്നു. അതായത് അതിലെ വന്നവര് മുഴുവൻ അത് അനുഭവിച്ചാ വന്നിട്ടുള്ളൂ. ഇപ്പൊ അതൊക്കെ അവിടെ നിന്ന് മാറ്റി കളഞ്ഞു. അതിങ്ങനെ മറ്റടുത്താണല്ലോ ബ്രഹ്മപുരം. ബ്രഹ്മപുരത്താണ് ഇപ്പൊ പരിപാടി. അതൊക്കെ തീയും പിടിച്ച് ഇവിടെ ഇരുന്ന് പാടാനുള്ള പാട്ട്. ഇവിടെ കറക്റ്റ്. വരുന്നൊരു തലമുറയ്ക്ക് കേരളത്തിൽ വാസം സാധ്യമോ? മലിനമായൊരു കേരളം, അതിൽ മലിനമായൊരു മലയാളി. അങ്ങനെ മാറ്റി പാടിയാ കൊള്ളാം. ഭൂമിയെ പറ്റി ഒന്നും പറയാനൊന്നും ആയിട്ടില്ല. വേറെ രാജ്യങ്ങളിൽ സുഖമായിട്ട് നല്ല സൂപ്പറായിട്ട് എൻവയൺമെന്റ് ഒക്കെ നോക്കി, ഹെൽത്ത്, സേഫ്റ്റി, എൻവയൺമെന്റ്, പിന്നെന്തുവാ എല്ലാം, ഹാപ്പിനെസ് ഇൻഡെക്സ്, ഇതൊക്കെ നോക്കി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മറ്റു രാജ്യങ്ങളിൽ കൊള്ളാവുന്ന ആൾക്കാർ ആരും ഇത് പാടത്തൊന്നുമില്ല. അവർക്കറിയാം ഇനി മുന്നോട്ട് പോകുമ്പോഴും കുറച്ചുകൂടെ ഭംഗിയാകത്തേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ നശിച്ചു കിടക്കുന്നിടത്ത് നിന്ന് ഇങ്ങനെ പാടണം. കേരളത്തിൽ വാസം സാധ്യമോ? മലിനമായൊരു കേരളം, അത് മലിനമായൊരു മനുഷ്യരും. അത്രേ ഉള്ളൂ. അല്ലാതെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതി കുറച്ചുകൂടെ ഭംഗിയാക്കാനാണ് കൊള്ളാവുന്ന രാജ്യക്കാരെ അവിടെ അധികം പ്രസവിച്ച് കൂട്ടുന്നുമില്ല. ഇവിടെ ചുമ്മാ പട്ടിയൊക്കെ മോശം, മനുഷ്യരെ പ്രസവിച്ചിടുന്ന ആളിനെ നാട്ടിയിരുന്നോണ്ട് കൊണാന്ന്. എന്നിട്ട് ബറോസ് സൂപ്പർ പടം. എങ്ങനെ ഈ നാട് വന്നവന് ഇല്ലേ? അത് ഡിവൈഫൈ നേതാവ്. അയ്യോ ഈ രാജ്യം വിട്ടു പോകട്ടോ. എല്ലാരും നാളെ വിട്ടു പോകുന്ന ചുമ്മാ അല്ല. ഇതുപോലത്തെ നേതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ കേരളം വിട്ടു പോകേണ്ടി വരും. ആരാളും ഓടിപ്പോവും. അയ്യോ, എന്തൊക്കെ അവസ്ഥയല്ലേ? ബറോസ് സൂപ്പർ പടമാണ് കേട്ടോ. എല്ലാരും പോയി കാണും. ഡിവൈഫൈക്കാരെല്ലാം ഇവിടെ ടിക്കറ്റ് എടുത്ത് പോയി കാണും. ഞാൻ നേതാവ് പറഞ്ഞല്ലേ.